2025 ജനുവരി 7 മുതൽ 13 വരെ നടക്കുന്ന കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3-ാം പതിപ്പിന് ആശംസകൾ. ഡോൺ ബുക്സ് പ്രസിദ്ധീകരിച്ച അറിവിൻ്റെ പുസ്തകങ്ങൾ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി അതിയായ സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്നു. കുട്ടികളുടെയും യുവാക്കളുടെയും വായന പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന കാർട്ടൂണിസ്റ്റും ബാലസാഹിത്യകാരനുമായ ശ്രീ അനിൽ വേഗയുടെ ഡോൺ ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമെന്ന നിലയിലും എൻ്റെ ആദരണീയനായ സുഹൃത്തും ഗുരുവുമായ ലോകപ്രശസ്ത ബാലശാസ്ത്ര സാഹിത്യകാരൻ പ്രൊഫസർ എസ് ശിവദാസ് രചിച്ച കൃതികൾ എന്ന നിലയിലും അറിവിൻ്റെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതിൽ ഏറെ അഭിമാനമുണ്ട്. 5 വാല്യങ്ങൾ, ഓരോന്നിലും ഈടുറ്റ 5 പുസ്തകങ്ങൾ, 25 അമൂല്യ ഗ്രന്ഥങ്ങളുടെ ഒരു സെറ്റാണ് 2600 രൂപ മുഖവിലയുള്ള അറിവിൻ്റെ പുസ്തകങ്ങൾ. മലയാള ബാലസാഹിത്യ രംഗത്ത് പ്രൊഫസർ എസ് ശിവദാസിനോളം കുട്ടികളുടെ മനസ്സറിഞ്ഞ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനായ മറ്റൊരാളില്ല. ശാസ്ത്രവും കലയും മോരും മുതിരയും പോലെ ഭിന്നാത്മക മിശ്രിതമാണെന്ന ധാരണയെ തിരുത്തി ഏകാത്മക മിശ്രിതമാക്കി മാറ്റുന്നതിൻ്റെ രസതന്ത്രം വിദഗ്ധമായി പ്രയോഗിച്ച രസതന്ത്ര അധ്യാപകനായ ശിവദാസ് സാർ സർഗാത്മക ബാലസാഹിത്യം എന്ന് വിളിക്കാവുന്ന ഒരു പുതിയ സാഹിത്യ ശാഖയ്ക്ക് തന്നെ തുടക്കമിട്ടു. കഥകളും നാടകങ്ങളും നോവലുകളും യാത്രാവിവരണവും ശുദ്ധശാസ്ത്രവുമെല്ലാം കൽപ്പിത കഥകളാക്കുന്ന മാന്ത്രിക രചനകൾ ഏത് സാഹിത്യശാഖയിൽ പെടുത്തണമെന്നത് ഗവേഷണ വിഷയം തന്നെയാണ്. എത്ര ഗഹനമായ വിഷയത്തെയും ഹൃദ്യവും ലളിതവുമായി അവതരിപ്പിക്കുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ശിവദാസ് മാമൻ 6 പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസ രംഗത്തും ശാസ്ത്രപ്രചാരണ രംഗത്തും നൽകിയിട്ടുള്ള സംഭാവനകൾ മൗലികവും വിലമതിക്കാനാവാത്തതുമാണ്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, PT ഭാസ്കരപ്പണിക്കരുടെ പേരിലുള്ള എമിരിറ്റസ് ഫെലോഷിപ്പ്, IBBI ഫെലോഷിപ്പ്, ഗുജറാത്ത് ശാസ്ത്ര അക്കാദമിയുടെ ബ്യൂട്ടി ഫൗണ്ടേഷൻ അവാർഡ്, ബാലസാഹിത്യ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് അവാർഡ് തുടങ്ങി ദേശീയവും അന്തർദേശീയവുമായ 20-ലേറെ പുരസ്കാരങ്ങൾ, 200-ലേറെ പുസ്തകങ്ങൾ. കേരളത്തിൻ്റെ അസീമോവ് എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ശിവദാസ് സാറിൻ്റെ മഹിമകൾ വിവരിക്കാൻ സമയപരിധി അനുവദിക്കുന്നില്ല. എഴുത്തും പ്രഭാഷണവും കൊണ്ട് ശാസ്ത്രബോധവും നൈതികതയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശിവദാസ് സാർ നടത്തുന്ന ശ്രമങ്ങളെ വിവരിക്കാൻ ഭാഷ ഇത് അപൂർണം. യുറീക്ക, ശാസ്ത്രകേരളം, ബാലശാസ്ത്രം, ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസ് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു. 1 ദശാബ്ദത്തിലേറെ യുറീക്ക മാമനായി പ്രവർത്തിച്ച ശിവദാസ് മാമനെ യുറീക്ക വായനക്കാർക്ക് മറക്കാനാവില്ല. അറിവിൻ്റെ പുസ്തകങ്ങൾ, പരിസ്ഥിതി ശാസ്ത്രം കുട്ടികൾക്ക് എന്ന ഗ്രന്ഥത്തിലെ കഥകളെല്ലാം പ്രകൃതിയെ അറിയാനും സ്നേഹിക്കാനും പഠിക്കാനും ബഹുമാനിക്കാനും പ്രേരിപ്പിക്കുന്നവയാണ്. പ്രകൃതിബോധമുണർത്തുന്ന, മണ്ണും മനുഷ്യനും മൈക്രോബുമെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്ന, പാരിസ്ഥിതിക ധാർമ്മിക ബോധം വളർത്തുന്ന 16 കഥകളാണ് പ്രകൃതി കഥകൾ പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ. ഓരോ കഥയുടെയും അവസാനം കുട്ടികൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും നിർദ്ദേശിക്കുന്നു. 2-ാം പുസ്തകം പ്രകൃതിബോധവും മനുഷ്യനും എന്നതാണ്. ഉദാത്തമായ പ്രകൃതിബോധം ഉള്ളിലുറപ്പിച്ച് ജീവിക്കുന്ന ജനതയാകാൻ പ്രേരിപ്പിക്കുന്ന 15 കൊച്ചു ലേഖനങ്ങളാണിതിൽ. കറിവേപ്പിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ചിത്രശലഭങ്ങൾ, വണ്ടുകൾ, പക്ഷികൾ തുടങ്ങി അനേകം ജീവികളുടെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളെ 10 നിരീക്ഷണ കഥകളും പഠന പ്രോജക്റ്റുകളുമായി അവതരിപ്പിക്കുന്നതാണ് ഒരു മജീഷ്യൻ കറിവേപ്പിൻ്റെ കഥ എന്ന പുസ്തകം. കാക്കകളെക്കുറിച്ച് ഒട്ടേറെ കൗതുകകരമായ കാര്യങ്ങൾ കാക്കക്കഥകളും ശാസ്ത്ര രഹസ്യങ്ങളും എന്ന പുസ്തകത്തിലുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന പുസ്തകമാണ് പരിസ്ഥിതി രഹസ്യങ്ങൾ. പ്രകൃതിയോട് അറവുകാരൻ്റെ സമീപനമല്ല, കറവുകാരൻ്റെ സമീപനമാണ് വേണ്ടതെന്ന പാരിസ്ഥിതിക ധാർമ്മികത ബോധ്യപ്പെടുത്തുന്ന വായിച്ചാലും തീരാത്ത പുസ്തകം. പക്ഷിയുടെ കുടുംബകാര്യം പറയുന്ന കിയോ കിയോ, മണ്ണിരയ്ക്ക് കർഷക തൊഴിലാളി പെൻഷൻ നേടിക്കൊടുക്കുന്ന മാത്തൻ മണ്ണിര കേസ്, അസീസിയിലെ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച കിളിമകളുടെ പുണ്യവാളൻ തുടങ്ങിയ കൃതികൾക്കൊപ്പം ഈ 5 പുസ്തകങ്ങളും ചേർന്നൊരുക്കുന്ന ശാസ്ത്രീയ വീക്ഷണം വായനക്കാരെ പ്രകൃതി പഠനത്തിൻ്റെ പുത്തൻ തലങ്ങളിലേക്ക് എത്തിക്കും. രസതന്ത്ര കഥകൾ, അപ്പുക്കുട്ടൻ ആറ്റത്തിനുള്ളിൽ, എന്താണ് രസതന്ത്രം, കെമിസ്ട്രി പ്രോജക്റ്റുകൾ, ആക്ടിവിറ്റികൾ, വെള്ളം എന്നീ 5 പുസ്തകങ്ങളാണ് രസതന്ത്രം കുട്ടികൾക്ക് എന്ന വാല്യത്തിൽ. ശിവദാസ് സാറിൻ്റെ ആദ്യ പുസ്തകമായ രസതന്ത്ര കഥകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് ഈ ഗ്രന്ഥത്തിൽ. പുതിയ പാഠ്യപദ്ധതിക്ക് അനുയോജ്യമായ രീതിയിൽ പരിഷ്കരിച്ച നിരവധി പ്രവർത്തനങ്ങളും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണിത്. ആറ്റത്തിനുള്ളിലെ ലോകം കാണാൻ സാഹസിക യാത്ര നടത്തുന്ന അപ്പുക്കുട്ടനൊപ്പം സഞ്ചരിക്കുമ്പോൾ പ്രപഞ്ച രഹസ്യത്തിൻ്റെ വലിയ ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേരും.
അപ്പുക്കുട്ടൻ ആറ്റത്തിനുള്ളിൽ എന്ന പുസ്തകത്തിലെ 5 കഥകൾ കൂടുതൽ പ്രപഞ്ച രഹസ്യങ്ങൾ അറിയാൻ നമ്മെ പ്രേരിപ്പിക്കും. അതിവേഗം വളരുന്ന രസതന്ത്രം മാറുന്ന ലോകത്ത് വരുത്തുന്ന മാറ്റങ്ങളെ വിവരിക്കുകയും ലോകം തന്നെ നിലനിൽക്കുന്നത് രസതന്ത്രത്തിൻ്റെ അടിത്തറയിലാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. എന്താണ് രസതന്ത്രം എന്ന പുസ്തകം? കെമിസ്ട്രി പ്രോജക്റ്റുകൾ ആക്ടിവിറ്റികൾ എന്ന 4ാമത്തെ പുസ്തകം രസതന്ത്ര കൗതുകം വളർത്താനും ശാസ്ത്രത്തിൽ മിടുക്കരാക്കാനും കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന പ്രോജക്റ്റുകളും ആക്ടിവിറ്റികളും പരിചയപ്പെടുത്തുന്നു. നിരവധി പരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പഠിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കും. ജീവൻ്റെ നിലനിൽപ്പും സംസ്കാരങ്ങളുടെ രൂപീകരണവും എല്ലാം സാധ്യമാക്കുന്ന വെള്ളത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന വെള്ളം എന്ന കൃതി അത്ഭുതത്തോടെയേ വായിച്ചു പോകാനാകൂ. ശാസ്ത്രം കുട്ടികൾക്ക് എന്ന വാല്യത്തിലെ ആരമാമായി വിശ്വമാനവൻ എന്ന കൃതി നമ്മളും മഹത്തായ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിവേഗം കുതിക്കുന്ന ശാസ്ത്ര നേട്ടങ്ങളെ ദുരുപയോഗം ചെയ്യുമ്പോഴുള്ള കുഴപ്പങ്ങളെയും ശാസ്ത്രം ചിരിക്കാനും ചിന്തിക്കാനും എന്ന പുസ്തകത്തിൽ വരച്ചു കാട്ടുന്നു. ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്ന സമസ്യയായ തേനീച്ചകളുടെ സവിശേഷതകളാണ് ഒരു തേനീച്ച പെണ്ണിൻ്റെ കത്തിൽ. 10 ലക്ഷം ന്യൂറോണുകൾ മാത്രം തലച്ചോറിലുള്ള തേനീച്ചകൾ 10,000 കോടി ന്യൂറോണുകളുമായി നടക്കുന്ന മനുഷ്യനെ അമ്പരപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അത്ഭുതാതരങ്ങളോടെ മാത്രമേ വായിച്ചു പോകാൻ കഴിയൂ. കൊച്ചു പരീക്ഷണങ്ങളും കളികളും മാജിക്കുകളും വഴി കുട്ടികളിൽ ശാസ്ത്ര കൗതുകം വളർത്താനുള്ള ശ്രമമാണ് സയൻസ് സൂപ്പർ മാർക്കറ്റിലുള്ളത്. ശാസ്ത്രം പഠിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ രീതി മനസ്സിലാക്കാനും ഏത് കാര്യത്തിലും ശാസ്ത്രീയ സമീപനം സ്വീകരിക്കാനും പ്രാപ്തമാക്കുന്നതിനാണെന്ന് ശാസ്ത്രത്തിൻ്റെ വഴി ശാസ്ത്ര പഠനത്തിൻ്റെ വഴി എന്ന പുസ്തകം വായനക്കാരെ ബോധ്യപ്പെടുന്നു. അപ്പൂപ്പൻ താടിയും വളപ്പൊട്ടും, സ്വർഗത്തിൻ്റെ താക്കോൽ, പ്രകൃതിയമ്മയുടെ അത്ഭുത ലോകത്തിൽ, വിവേകമൂറും കഥകൾ, ഉമക്കുട്ടിയുടെ അമ്മൂമ്മ എന്നീ 5 പുസ്തകങ്ങളാണ് കഥകളും കാര്യങ്ങളും കുട്ടികൾക്ക് എന്ന വാല്യത്തിലുള്ളത്. ആഹ്ലാദവും അഭിമാനവും പകരുന്ന അറിവിൻ്റെ അത്ഭുത ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കഥാസമാനമായ 15 ലേഖനങ്ങളാണ് അപ്പൂപ്പൻ താടിയും വളപ്പൊട്ടും. കഥകളും കടങ്കഥകളുമായി പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിക്കുകയും പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത് സ്വർഗസമാനമായ ജീവിതം നയിക്കാൻ ഒരു തലമുറയെ പ്രാപ്തമാക്കുകയാണ് സ്വർഗത്തിൻ്റെ താക്കോൽ. കണ്ണും കാതും തുറന്നു വെച്ച് ഡിറ്റക്റ്റീവുകളെ പോലെ അന്വേഷിച്ച് ഇക്കോളജിയുടെ ബാലപാഠം പഠിപ്പിക്കുകയാണ് പ്രകൃതിയമ്മയുടെ അത്ഭുത ലോകത്തിൽ. യുക്തിചിന്ത വളർത്തുകയും വിവേകത്തോടെ പെരുമാറാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന 20 കഥകളാണ് വിവേകമൂറും കഥകളിലുള്ളത്. നാടൻപാട്ടും മുത്തശ്ശിക്കഥകളും ഒക്കെയായി സഹജീവി സ്നേഹം വളർത്താനും ചുറ്റുപാടുകളോട് ഇണങ്ങാനും എല്ലാം പഠിപ്പിക്കുന്ന ഉമക്കുട്ടിയുടെ അമ്മൂമ്മയെപ്പോലുള്ള മുത്തശ്ശിമാരുടെ സ്നേഹവും കരുതലും നമ്മുടെ കുട്ടികളെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകകളാക്കി മാറ്റും. വിജയത്തിന് എളുപ്പ വഴികളില്ല, കുറുക്കു വഴികളില്ല. വിജയം ഭാഗ്യം കൊണ്ടോ വെറുതെ കിട്ടുന്നതോ അല്ല. നിരന്തരമായ പ്രയത്നം കൊണ്ട് വിയർത്തുണ്ടാക്കുന്നതാണ് വിജയം. വിജയത്തിൻ്റെ വഴികൾ കുട്ടികൾക്ക് എന്ന വാല്യത്തിൽ വിജയത്തിൻ്റെ വഴികൾ, വിവേകത്തിൻ്റെ വഴികൾ, എഴുതി പഠിക്കാം വിജയം വരിക്കാം, എഡിസൺ പഠിപ്പിക്കുന്ന വിജയമന്ത്രങ്ങൾ, അലക്സാണ്ടർ ഫ്ലെമിംഗ്, വീട്ടിനുള്ളിലെ ശാസ്ത്രം എന്നീ 5 പുസ്തകങ്ങളാണുള്ളത്. സ്വന്തം കഴിവുകൾ കണ്ടറിഞ്ഞുപയോഗിക്കുമ്പോൾ വിജയം ഉറപ്പാണെന്ന് പ്രശസ്തരായ പ്രതിഭകളുടെ അനുഭവകഥകൾ വിവരിച്ചുകൊണ്ട് ഉറപ്പിക്കുന്നു. ഭാഷയിൽ മുങ്ങിപ്പൊങ്ങി ഭാഷയുടെ ശക്തി സ്വന്തം ശക്തിയാക്കി ഏതാശയവും അനായാസം പ്രകടിപ്പിക്കാൻ കഴിയുന്ന നിരവധി എഴുത്തുകാരെയും കൃതികളെയും പരിചയപ്പെടുത്തുന്നു എഴുതി പഠിക്കാം വിജയം വരിക്കാം എന്ന പുസ്തകത്തിൽ. അനുബന്ധമായി ഒട്ടേറെ പ്രവർത്തനങ്ങളും നൽകിയിട്ടുണ്ട്. മന്ദബുദ്ധി എന്ന് മുദ്രകുത്തി സ്കൂളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട എഡിസൺ മഹാനായ ശാസ്ത്രജ്ഞനായി മാറിയ ആവേശകരമായ കഥകളാണ് എഡിസൺ പഠിപ്പിക്കുന്ന വിജയമന്ത്രങ്ങൾ. പൂച്ചയ്ക്കെന്താ ചിറകില്ലാത്തത്, അമ്മയെന്താ മുട്ടയിടാത്തത്, പുഴുക്കളെ തിന്നാൽ എന്തു പറ്റും എന്നിങ്ങനെ നിരന്തരം ചോദ്യം ചോദിച്ച വികൃതിക്കുട്ടി മെൻലോ പാർക്കിലെ മാന്ത്രികനായ കഥ ഹൃദ്യമായി പറയുന്നു ശിവദാസ് സാർ. അലക്സാണ്ടർ ഫ്ലെമിംഗ് ചികിത്സാരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ആൻറ്റിബയോട്ടിക്കുകളുടെ അത്ഭുത ലോകത്തെ പരിചയപ്പെടുത്തുന്നു. വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിവരമില്ലാതെ വളരുന്ന ജനതയെ അജ്ഞതയകറ്റി ശാസ്ത്രബോധമുള്ളവരാക്കി മാറ്റുവാൻ എന്തു വേണമെന്ന് സരസമായി പറയുന്നു വീട്ടിനുള്ളിലെ ശാസ്ത്രം. ഏതൊരാളും അഭിമാനത്തോടെ സ്വന്തമാക്കേണ്ട 25 തേനൂറും പുസ്തകങ്ങളാണ് അറിവിൻ്റെ പുസ്തകങ്ങൾ. ഉള്ളടക്കത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് മനോഹരമായ ചിത്രീകരണം നടത്തിയിരിക്കുന്നത് പ്രസാധകനായ ശ്രീ അനിൽ വേഗ തന്നെയാണ്. നിറയെ വർണ്ണചിത്രങ്ങളോടെ അത്യാകർഷകമായി നിർവഹിച്ചിരിക്കുന്ന ലേഔട്ട് കൂടിയായപ്പോൾ കുട്ടികളും മുതിർന്നവരുമായ വായനക്കാർക്ക് കൂടുതൽ രസിച്ചു വായിക്കാനുള്ള അവസരം സമ്മാനിക്കുന്നു മനോഹരമായ ഈ പുസ്തകങ്ങൾ. കുട്ടികൾക്ക് നൽകാവുന്ന അമൂല്യമായ സമ്മാനമാണിത്. ഈ സുന്ദരകൃതികൾ എല്ലാവരും വാങ്ങി വായിക്കണം, ആവേശം കൊള്ളണം.